body of believers give themselves to the working of the Holy Spirit, the Father, the Son, and the Holy Spirit is at work in that body. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ദൈവത്തിന്റെ സഭയാകുന്ന ശരീരം ഒരുമിച്ച് കൂടി ആത്മീയ വരങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് അല്ലെങ്കിൽ ആ തൃത്വം അവിടെ പ്രവർത്തനക്ഷമമാകുന്നത്. And verse 7, ഏഴാമത്തെ വാക്യത്തിൽ, but the manifestation of the Spirit is given to every man to profit withal. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. Yeah, that Podu Prayojana means that the profiting of all talks about the body of Christ. ആ പൊതുപ്രയോജനം എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയാം ശരീരത്തെ കുറിച്ചാണ് So സൂചിപ്പിക്കുന്നത്. we see that all these gifts are given for the edification of the body of Christ. അതായത് ഈ ആത്മീയ വരങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ്. So we need to know that when we gather together, we need to have the Father, the Son, and the Holy Spirit at work in the operation of the gifts of the Holy Spirit. അതായത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ തൃത്വം അല്ലെങ്കിൽ മൂന്നാളത്വങ്ങളും കൂടെ ഒരുമിച്ച് നമ്മുടെ മധ്യയെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം എല്ലാവരും ആത്മീയ വരങ്ങളെ ഉപയോഗിക്കുന്നതായിട്ട് തീരാണ്. Yeah, and why this is given? എന്തുകൊണ്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്? For the edification of the church. What is the meaning of edification? എന്താണ് ആത്മീയ വർധന എന്ന് ഉദ്ദേശിക്കുന്നത്? Building up. That's other word for edifying. ഈ എഡിഫിക്കേഷൻ ആത്മീയ വർധനം എന്ന് പറഞ്ഞാൽ പണിയപ്പെടുക എന്നുള്ളതാണ് വേറെ വാക്ക്. The other word in English is build up. പണിയപ്പെടുക. Yeah, so we see that these gifts are necessary. When we gather together, it is needed for the building up of the body of Christ. കർത്താവിന്റെ സഭയാം ശരീരം പണിയപ്പെടുവാനായിട്ട് ഈ ആത്മീയ വരങ്ങളെല്ലാം സഭയിൽ പ്രയോജനപ്പെടേണ്ടതായിട്ടുണ്ട്. This is what Paul says. ഇതാണ് പൗലോസ് പറയുന്നത്. We need them. നമുക്കത് ആവശ്യമുണ്ട്. And we need to have them decently and in order. പക്ഷേ ഇത് ഉചിതമായും ക്രമമായിട്ടും ആയിരിക്കണം സഭയിൽ ഉപയോഗിക്കപ്പെടുന്നത്. Chapter 14 and verse 32 again. 14-ാം അധ്യായം 1-32 വാക്യം. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. Praise the Lord. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങി. Yeah, the spirit of the prophet is subject to the prophet. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. In other words, it means we need to have such discipline. അത് വേറെ പറയാൻ ഇത്രമാത്രം ഒരു അച്ചടക്കത്തിലേക്ക് നമ്മൾ വ്യക്തിപരമായ ജീവിതം വരണമെന്നർത്ഥം. You know, in some places, ചില സ്ഥലങ്ങളില് people use their gifts ആൾക്കാരുടെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുന്നത് without any discipline. ഒരു അച്ചടക്കവും ഇല്ലാതാണ്. Somebody is shouting. ചില ആൾക്കാർ ഭയങ്കര ഒച്ചയിടും. Nobody knows what is being said or done. അവിടെ ചെയ്യുന്നത് സംസാരിച്ചത് എന്താണെന്ന് മറ്റുള്ളവർക്ക് കേൾക്കാനേ പറ്റുകയില്ല. When the Holy Spirit is moving, when the gifts are in operation, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വ്യാപരിച്ച് ആത്മീയ വരങ്ങളൊക്കെ പ്രവർത്തനക്ഷമമാകുമ്പോൾ, suppose one brother is prophesying, ഉദാഹരണമാണ് ഒരു സഹോദരൻ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. but another brother also wants to prophesy at the same time. അതേ സമയത്ത് തന്നെ വേറെ സഹോദരനെ പ്രവചിക്കാന്ന് വിചാരിക്കുക. Paul says that let that brother hold it. ഈ രണ്ടാമത്തെ സഹോദരൻ എന്ത് അറിയാമോ? അല്പനേരം ശാന്തനായിട്ടിരിക്കണം. Let him hold it. അതവിടെ നിൽക്കുക. No, he can't say, brother, it's the Holy Spirit pushing it through my nose. He can't say that. ബ്രദറെ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഞങ്ങൾ പിടിച്ച് ഓടിക്കാന്ന് പറയാൻ പറ്റില്ല. That's not possible. അത് സാധ്യമല്ല. The prophet's spirit is subject to the prophet. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങി. Yeah, so we see that let everything be done for the edifying of the body of Christ. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിന്റെ വർധനവിന് വേണ്ടി Now, ഉദാഹരണം. I tell you one thing, as a young man in the Lord, കർത്താവിലൊരു യുവാവ് എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയട്ടെ. several years ago, I was not able to stand near a Pentecostal assembly. എന്റെ ജീവിതത്തില് കുറെ നാൾക്ക് മുമ്പ് വരെ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകുന്നത് എനിക്ക് സാധ്യമല്ലായിരുന്നു. One of the main problems was that the problem of shouting there. ഒരു കാര്യം അവിടെ ഉണ്ടാകുന്ന നല്ല അർത്ഥമില്ലാത്ത ശബ്ദമാണ്. And no order. ഒരു അച്ചടക്കവും ഇല്ല, ഒരു ക്രമവും ഇല്ല. And the other thing is, വേറെ കാര്യം, you know, there is so much of confusion as you look at. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ വളരെ കലങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And therefore, I totally refuse to accept even the baptism of the Holy Spirit. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മ സ്നാനം പോലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അതായത് അവരെ അവഗണിച്ചു ഞാൻ. Because of the misrepresentation of the power of the Holy Spirit, there are many people who say, well, we do not want to have it. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ
ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന തെറ്റായ വഴി മൂലം അനേക ആൾക്കാരും പരിശുദ്ധാത്മ സ്നാനം വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. The reason is that there is so much of misrepresentation of the gifts and the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും തെറ്റായിട്ടാണ് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് കാരണം. And therefore we need to see that we should desire and long for the gifts of the Holy Spirit. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി വളരെ ദാഹിക്കേണ്ടതായിട്ടും ആഗ്രഹിക്കേണ്ടതായിട്ടുമുണ്ട്. Because it is needed for you to be built up as a body of believers. It's needed. കർത്താവിന്റെ സഭയാകുന്ന ശരീരം എന്ന രീതിയിൽ പണിയപ്പെടുവാനായിട്ട് ഈ വരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. This is needed for us. നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. And this will help us to be built up into a body of Christ here. കർത്താവിന്റെ ഒരു ശരീരം എന്ന നിലയിൽ ഈ വരങ്ങൾ നമ്മളെ പണിത് വളർത്തി വരും. Yeah, there are much that we need to know about the gifts of the Holy Spirit. ഈ ആത്മാവിന്റെ വരങ്ങളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. I believe that we will not have time to teach on that. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. Therefore, God willing, we would like to send you those tapes. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള കാസറ്റ് ടേപ്പുകൾ With your permission. Okay. So we would like to send you the tape so you will be able to learn that in detail. ആ കാസറ്റ് അയച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. But let us know this. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. That we all need to long for spiritual gifts. നാം എല്ലാവരും ആത്മീയ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. It is needed for every member in the body of Christ. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിലെ ഓരോ അവയവത്തിനും ഇതുണ്ടായിരിക്കണം. Yeah, when we praise and we worship the Lord will begin to move in our midst, and we will begin to manifest, and we will begin to really use our gifts that the Spirit would give to us. കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുകയും കർത്താവിന്റെ ആത്മാവ് നമ്മളെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ബലപ്പെടുത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്താൽ കാണാൻ സാധിക്കും. 1 Corinthians chapter 14 verse 39 again. 14:1-14 വാക്യത്തിൽ സകലവും അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വഞ്ചിപ്പിൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും വരുന്നു. സകലവും ചന്തമായി ഉചിതമായി നടക്കട്ടെ. We will take it more clearly when we learn about the baptism of the Holy Spirit and speaking in tongues. ആത്മാഭിഷേകത്തെ കുറിച്ചും അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ഈ ദിവസത്തിൽ പഠിക്കുമ്പോൾ ഇത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. But we need to have prophecies in the church. We also should not stop anyone speaking in tongues. നമുക്ക് സഭയിൽ പ്രവചനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അന്യഭാഷ സംസാരിക്കുന്നത് സഭ വിലക്കാനും പാടില്ല. And all things be done decently and in order. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും നടക്കുകയും ചെയ്യണം. Now one important thing for us to share with you. ഈ ഒരു പ്രധാന കാര്യം നിങ്ങൾ പറയുവാനായിട്ടുള്ളത്, any spiritual operation of the gift, ആത്മീയ വരങ്ങളുടെ ഏത് പ്രവർത്തനക്ഷമതയും, it should be built into the service and it should never cut across the meeting. ഈ ആത്മാവിന്റെ ഒഴുക്കിനനുസരിച്ച് ആത്മാവിനെ കെടുക്കുന്ന ഒന്നായി തീരരുത്, ആത്മാവിനെ പ്രചോദനം നൽകുന്നതായിരിക്കും. It is built in and it never cuts across what is already being built by the Spirit. Very important. ആത്മാവിനാൽ പണിയപ്പെടുന്ന ഒന്നിനെ നശിപ്പിച്ച് കളയുകയല്ല, ആത്മാവിനാൽ പണിയപ്പെടുന്ന കൂടുതൽ പണിയുന്ന ഒന്നായിരിക്കും ആത്മീയ വരങ്ങളെ കൊണ്ട് ഉപയോഗിക്കുന്നത്, പ്രയോജനം ഉദ്ദേശിക്കുന്നത്. So this is very important. അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. And that is why we should be open for correction in our spiritual life. അതുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ തെറ്റ് തിരുത്തുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് പറയുന്നത്. Yeah. You know, there are some times that we can go off the beam, imbalanced. ചില സമയത്ത് നമുക്ക് സമനില തെറ്റിപ്പോകാൻ സമനില തെറ്റിപ്പോയതല്ല. And it can spoil the whole worship and that thing that God is building up in our midst. മുഴുവൻ ആരാധനയും ഒരുപക്ഷെ ദൈവം നമ്മുടെ മധ്യേ പണിയുന്നതല്ല, മുഴുവൻ പണിയെയും ഒരുപക്ഷെ നശിപ്പിച്ച് കളഞ്ഞൊന്നും വരാതെ. Just because one man was not sensitive to the Lord. ഒരൊറ്റ വ്യക്തി പരിശുദ്ധാത്മാവിനോട് ഏകാഗ്രമായിരിക്കാതെ വന്നത്. Now we have had these problems in the assembly in Delhi. ഡൽഹിയിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. Several years ago, ചില വർഷങ്ങൾക്ക് മുമ്പ് one brother had a problem. ഒരു സഹോദരൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. He would start a song, അദ്ദേഹം ഒരു പാട്ട് തുടങ്ങും, or he will do something അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ചെയ്യും, which will cut across the whole meeting. ആ മുഴുവൻ ആത്മാവിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ നശിപ്പിച്ച് കളയുന്ന പരിപാടി പോലെ. It goes across. അതായത് ഒരു വിലങ്ങടി പോലെയായി മാറുകയാണ്. It is not built into. പണിയപ്പെടുന്ന അവസ്ഥയിലല്ലാതെ. And therefore we had to sit down with that brother. ആ സഹോദരനോട് ഞങ്ങൾ സഭയെടുക്കാനായിട്ട് വന്നു. We said, brother, സഹോദര, we praise God for you. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. God has brought you into this body.
കർത്താവിന്റെ സഭയാൻ ശരീരം നല്ല ദൈവം ഉണ്ടെന്നും God wants to use your gifts, ദൈവത്തിന്റെ ആത്മീയ വരങ്ങൾ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. whether they are prophesying പ്രവചനമായാലും or any other gifts, എന്ത് പറയാനും. but we want to correct you. ഒരു കാര്യം ഞങ്ങൾ തെറ്റിത്തരാൻ This is a very important thing. വളരെ പ്രധാനപ്പെട്ട If വിഷയം. we are not open for correction, we cannot grow in our spiritual gifts. നമ്മുടെ ജീവിതം തെറ്റിദ്ധരുത്താനും മനോഭാവം നമുക്കില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്തീയമായ ജീവിതം വളരാൻ പറ്റുകയില്ല. That is why today the gifts are so much misused, because many of these people are not subject to correction. ഇന്ന് ആത്മീയ വരങ്ങൾ തെറ്റായി ഉപയോഗിക്കപ്പെടുവാനുള്ള ഒരേ ഒരു കാരണം ഇവരുടെ അനേക ആൾക്കാരും തെറ്റ് തിരുത്താൻ തക്കവണ്ണം അവർ തങ്ങളെ തന്നെ They സമർപ്പിച്ചിട്ടില്ലായിരുന്നു. are not willing for correction. അവരുടെ ജീവിതം അവർ തെറ്റിദ്ധാൻ തയ്യാറല്ല. I just want to encourage you with a brother's testimony. ആ സഹോദര ഒരു സഹോദരന്റെ. ഒരു സഹോദരന്റെ സാക്ഷ്യത്തോടെ നിങ്ങളെ ധൈര്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. You see, this man had a gift of prophesying and word of knowledge, ആത്മാവിന്റെ അല്ല ജ്ഞാനത്തിന്റെ വചനവും അതോടൊപ്പം തന്നെ പ്രവചനവും ഈ സഹോദരൻ ഉണ്ടായിരുന്നു. or word of wisdom. അല്ലെങ്കിൽ പരിജ്ഞാനത്തിന്റെ വചനം. He used to operate these gifts. അത് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. So when he went to a particular place, അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പം he was a guest speaker there. അദ്ദേഹം ഒരു പിന്നെ ക്ഷണിക്കപ്പെട്ട രാഷ്ട്രീയനായിരുന്നു. So what happened was, എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ in the meeting, മീറ്റിംഗില് we see that this brother received a prophecy from the Lord, or a word of knowledge, word of wisdom, sorry. ദൈവത്തിൽ ഇദ്ദേഹം ഒരു പരിജ്ഞാനത്തിന്റെ വചനം അല്ലെങ്കിൽ ഒരു പ്രവചനം ലഭിച്ചു. So he went to one sister അദ്ദേഹം ഒരു സഹോദരൻ അടുക്കളയിലേക്ക് എന്നിട്ട് and he പറഞ്ഞു, laid hands കരം വെച്ചിട്ട് and he prayed like this. ഇങ്ങനെ പ്രാർത്ഥിച്ചു. Rather, he prophesied like this. അദ്ദേഹം ഇങ്ങനെ പ്രവചിച്ചു. ഒരു വെച്ച് He said, "You and your husband will go to another country and do my work." The local pastor called this visiting preacher. ഈ ക്ഷണിക്കപ്പെട്ട പ്രാസംഗികനെ ലോക്കൽ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, Brother, the meeting was very good, മീറ്റിംഗ് ഒക്കെ വളരെ അനുഗ്രഹമാണ് സഹോദര, but there's a big blunder you did. പക്ഷെ ഒരു വലിയ തെറ്റ് നിങ്ങൾ ചെയ്തു. That sister is not married. ആ പ്രവചിച്ച സഹോദരിയുണ്ട്, അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളതല്ല. You prophesied, she and her husband will do ministry. നിങ്ങൾ പറഞ്ഞ് പ്രവചിച്ചതാണ് നീ നിന്റെ ഭർത്താവും കൂടെ സുവിശേഷങ്ങളിലേക്ക് പോകണം. From that time onwards, people were questioning your ministry. ആ സമയം മുതൽ ആൾക്കാർ നിന്റെ ശുശ്രൂഷ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. But this man was a real man of God. പക്ഷേ ഈ ദൈവദാസൻ നല്ല യഥാർത്ഥ ദൈവദാസനായിരുന്നു. He knew that he doesn't have to defend what he said. അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കേണ്ടതായിട്ട് ആവശ്യമില്ലെന്ന് അദ്ദേഹം അറിയാമായിരുന്നു. He doesn't have to defend. ഡിഫൻഡ് എന്ന് വെച്ചാൽ തള്ളി പറയേണ്ടതായിട്ട്. No. Defend. Justify. നീതീകരിക്കുക. He never did that. അത് അങ്ങനെ ചെയ്തില്ല. Why? എന്തുകൊണ്ടാണ്? Because he knew as Lord gave him, he spoke it. ദൈവമാണ് അദ്ദേഹത്തിന് അത് വാക്ക് കൊടുത്തതെന്നും അദ്ദേഹം സംസാരിച്ചതെന്നും അദ്ദേഹത്തിന് അറിയാം. So this pastor, local pastor said, അതുകൊണ്ട് പ്രാദേശിക സഭയിലെ പാസ്റ്റർ പറഞ്ഞു, brother, you should be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. No, you should be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. And he really gave him a real good dose. ശരിക്കും നല്ല ഡോസ് അദ്ദേഹത്തിന് കൊടുത്തു. But this man said, ഈ അദ്ദേഹം ദേവദാസൻ പറഞ്ഞു, brother, I'm really sorry. ഞാൻ വളരെ തെറ്റ് ഞാൻ ദുഃഖിക്കുന്നു. If you think it's a mistake, I'm sorry. നിങ്ങൾക്ക് തോന്നുന്നു അത് തെറ്റാണെങ്കിൽ ഞാൻ വളരെ ദുഃഖിക്കുന്നു. അദ്ദേഹം കീഴ്പ്പെടുത്തി കൊടുത്തു. He said, I'm sorry. ഞാൻ ദുഃഖിക്കുന്നു. That is a good spirit. നല്ലൊരു ആത്മാവാണ്. That is a good spirit. അത് നല്ലൊരു ആത്മാവാണ്. You don't have to defend and justify. No, the Lord showed me 3 times and 5 times and I saw again and this is. No, don't have to tell. ഞാൻ 3-4 പ്രാവശ്യം കണ്ടത് എനിക്ക് കാഴ്ച തന്ന അല്ലെങ്കിൽ എനിക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് അത്യാവശ്യമേ അല്ല. That's the quality we should have. അങ്ങനെയുള്ള ഒരു യോഗ്യത നോക്കണം. So what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? After 2 years, 2 വർഷം കഴിഞ്ഞ് these 2 pastors met in a seminar. ഈ 2 പാസ്റ്റർമാരോട് ഒരുമിച്ച് ലോക്കൽ പാസ്റ്റർ അതിഥിയായി വിളിക്കപ്പെട്ട പ്രവചിച്ച പാസ്റ്ററോട് ഒരു സെമിനാറിൽ കണ്ടുമുട്ടി. And this pastor came running, this local pastor. ഈ പ്രാദേശിക സഭയിലെ പാസ്റ്റർ മറ്റേ പ്രവചിച്ച പാസ്റ്റർക്ക് ഓടി വന്ന് പറഞ്ഞു, brother, your prophecy was 100% right. നിന്റെ പ്രവചനം 100% ശരിയാണെന്ന് പറഞ്ഞു. That sister, she was so, quite elderly. They never thought she would be married. വളരെ പ്രായമുള്ള സഹോദരിയുടെ ആയിരുന്നു, അതുകൊണ്ട് കല്യാണം നടക്കുമെന്നും സംശയമായിരുന്നു. But that sister got married. ഈ സഹോദരൻ കല്യാണം കഴിഞ്ഞു. And he was a minister of the gospel. ഒരു സുവിശേഷകനായിരുന്നു കല്യാണം And കഴിഞ്ഞത്. they both are ministering in a far country now. ഇപ്പോ അവർ 2 പേരും ദൂരെയുള്ള സ്ഥലത്ത് സുവിശേഷം ചെയ്യുകയാണ്. That's the right thing. അത് ശരിയായ കാര്യമായിരുന്നു. God did that. ദൈവമാണ് അത് ചെയ്തത്. So if we want to use the gifts of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, always remember we should be willing for correction. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റിദ്ധരുത്താൻ നമ്മൾ എപ്പോഴും We should be humble enough. നാം അതിന് തക്കവണ്ണം താഴ്മയുള്ള കാര്യം. We should say yes. If somebody would say no, brother, it was right. It's all right, brother. You think it's so? I'm sorry, brother. ഒരാൾ അങ്ങനെ എല്ലാവർക്കും ശരി ബ്രദറെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയായി. Submit it to the Lord. അത് കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുക. God will
bring it to pass. ദൈവമാണ് കാര്യങ്ങളെ സാധ്യമാക്കുന്നത്. So we should have a humble spirit. നമുക്ക് നമ്മുടെ ജീവിതം വളരെ Why today there are so many problems in many Pentecostal and charismatic churches? ഈ പെന്തക്കോസ്റ്റൽ കാരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നമുണ്ടായിരിക്കുന്നത് അറിയാമോ? Because everybody wants to know I am right. എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ശരിയാ പറഞ്ഞത്. Nobody is willing for correction. ആരും തന്നെ തിരുത്താനായിട്ട് തയ്യാറല്ല. And therefore we got to see that we should be open for correction and the gifts should be in operation when we gather together. It's needed. അതുകൊണ്ട് നാം തെറ്റിരുത്താൻ തയ്യാറുള്ളവർ അതോടൊപ്പം തന്നെ ആത്മീയ വരങ്ങളൊക്കെ നാം ഒരുമിച്ച് കൂടുമ്പോൾ പ്രയോജനമാകുന്നതായിട്ട് You know, I have seen many people say, brother, we want to be built up. ചില പല സ്ഥലത്തും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ച് പണിയപ്പെടാൻ ആഗ്രഹമുണ്ട്. But they don't want the gifts. എന്നാൽ അവർക്ക് ആത്മീയവരുടെ ആവശ്യം. One of the means for you to be built up is by the means of the gifts of the Holy Spirit. പണിയപ്പെടാനായിട്ടുള്ള ദൈവത്തിന്റെ ഒരു മുഖാന്തരം എന്ന് പറയുന്നത് ഈ ആത്മീയ വരങ്ങളിലൂടെയും. There are many ways. അനേക വഴികൾ വേറെ ഉണ്ട്. One of the ways is to allow the gifts of the Holy Spirit to work in us and through us in the local body. അതിലൊരു മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ വരങ്ങളെ നമ്മിലൂടെയും പ്രയോജനപ്രദമാകുവാൻ പ്രവർത്തനക്ഷമമാകുവാൻ നമ്മളെ ഏൽപ്പിക്കുന്നു. So may we be available to God and desire earnestly for spiritual gifts. അതുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നവരും വാഞ്ചിക്കുന്നവരായിരിക്കും. Yeah, we don't have to look for a special prophet. He's not actually a prophet according to the Bible. A man who will come and lay hands upon everybody and prophesy. വേറെ എങ്ങോട്ടോ വരുന്നതായിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ അലവേലൊക്കെ കൈവച്ച് പ്രവചിക്കുന്ന ആ പരിപാടി നമുക്ക് ആവശ്യമേ ഇല്ല. Paul says, let all prophesy one by one. നിങ്ങൾക്ക് ഓരോരുത്തർക്കായി എല്ലാവർക്കും പ്രവചിക്കാമല്ലോ എന്നാണ്. And I believe that the Lord will pour out His Holy Spirit on you. I believe the Lord will pour out His Holy Spirit. ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേലെല്ലാം ദൈവം പകരും. I know that some of you are baptized in the Holy Spirit. നിങ്ങളിൽ ചില ആൾക്കാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുമാണല്ലോ. But I know there are some of you who have not received the baptism of the Holy Spirit. നിങ്ങൾ ചില ആൾക്കാർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുമില്ല. But if you are hungry, നിങ്ങൾ ദാഹിക്കുന്നവരാണെങ്കിൽ believe the Lord that He will touch you one of these days. ഈ ദിവസങ്ങളിലൊന്ന് ദൈവം നിങ്ങളെ തൊടുവാനായിട്ട് പ്രാർത്ഥിക്കുക. Are you afraid? നിങ്ങൾക്ക് പേടിയുണ്ടോ? No, we don't have to be. നമ്മൾ അതിന് He ആവശ്യമില്ല. is a gentle spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ ജെന്റിൽ അല്ലെങ്കിൽ ശാന്തനായ ഒരു ആത്മാവാണ്. Yeah, we need to be filled in the Holy Spirit. We need to have the gifts of the Holy Spirit in our lives. നമുക്ക് ആത്മാവിനെ നിറയേണ്ടതായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വരങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. And so we see fourthly, the gifts of the Holy Spirit will be in operation. നാലാമത് നാം ഒരുമിച്ച് കൂടുമ്പോൾ ആത്മീയ വരങ്ങൾ പ്രവർത്തനക്ഷമമാകും. And fifthly, അഞ്ചാമത് the word of God shall be shared. ദൈവവചനം പ്രസംഗിക്കപ്പെടും. Praise God. The word of the Lord shall come to us from God. ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കലേക്ക് ദൈവത്തിൽ നിന്ന് വരും. The Lord will speak to us from His word. ദൈവം തന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. The Lord will reveal, God will open up His heart, His mind, His will to us. ദൈവം തന്റെ മനസ്സും തന്റെ ഹൃദയവും തന്റെ ആഗ്രഹവും നമ്മളെ അറിയിക്കും. So these are the 5 things that would happen when we gather together as a body of believers. ദൈവത്തിന്റെ സഭയിലെ വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന 5 കാര്യങ്ങൾ ഇതൊക്കെയാണ്. Yeah, we need to be open for the Spirit of God to minister to us as we gather. നാം ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. The Spirit of God will minister His word for reproof, for correction, for edification, as we read in the book of 2 Timothy chapter 3:16. Yeah. 2 തിമോഥെയോസ് 3:16 വാക്യത്തിൽ വായിക്കുന്നത് പോലെ എല്ലാ ദൈവത്തിനും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും ഭാഗപ്രാപ്തി തികഞ്ഞവരാകേണ്ടത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത്. Yeah, the Lord will minister to us. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കും. He will correct us. ദൈവം നമ്മളെ തെറ്റുകളെ തിരുത്തും, He will ഗുണീകരിക്കും. reprove us.